ഹലോ ഗായ്സ്, ഈവനിങ്ങിൽ ഒരു മാരേജ് ഫംഗ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് അൽസാജിൽ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നേറിയപ്പോൾ തന്നെ കുറച്ച് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇഷ്ടമുള്ളവരെണ്ണം എടുത്ത് കുടിച്ചിട്ട് നേരെ കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മോമോസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഒരു വെജ് റോള്, കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു വെജ് റോള്, പിന്നെ നഗ്ഗറ്റ്സ്, അങ്ങനെ തന്നെ എന്തോ പറയണം, നഗ്ഗറ്റ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ കുറച്ച് സോസ് ഒഴിച്ച് ഇങ്ങനെ കഴിച്ചിട്ട് അകത്തോട്ട് കയറി. ഫംഗ്ഷന് പെണ്ണും പയ്യനും ഒക്കെ നിന്ന് തകൃതിയായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കയറി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ എങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ആദ്യം തന്നെ അപ്പത്തിൽ നിന്നാണ് നമ്മൾ ഐശ്വര്യമായി നല്ല ചൂടപ്പത്തിൽ നിന്ന് തുടങ്ങി. പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ അടുത്തിരുന്നത് മട്ടൻ കറിയായിരുന്നു. മട്ടൻ സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഫ്രൈഡ് റൈസ്, പിന്നെ കപ്പ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, നമ്മുടെ നെയ്മീൻ കറി ഉണ്ടായിരുന്നു. കപ്പ ഞാൻ എടുത്തില്ല, നെയ്മീൻ കറി വാങ്ങിച്ചിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മറ്റേ മണിപ്പുട്ട്, പിന്നെ തട്ട് ദോശ, സാമ്പാർ, ചമ്മന്തി. മക്കൾ അവിടെ ഇരുന്നോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇതും കൊണ്ടുപോയി. പിന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ വാരിയിട്ട് ഒരു ഡിഷായിട്ട് വെച്ചിരിക്കുന്ന സലാഡ്, മാക്രോണി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ചെന്നിരുന്ന് കഴിച്ചു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടില്ല, കഴിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ പോയി പുട്ട്, മണിപ്പുട്ട്, പയറ്, തട്ടുദോശ, ചമ്മന്തി ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു. അതെല്ലാം കൂടെ കഴിച്ചിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിന്നിറക്കാൻ വയ്യാതെ ഏതാണ്ട് തൊണ്ടക്കുഴി വരെ ഭക്ഷണം വന്നിട്ട് ഇങ്ങനെ പെരുവിയിരിക്കുകയാണ്, തിന്ന് പെരുവി. അതിനുശേഷം കൈയൊക്കെ കഴിവിയതിന് ശേഷം ദാ ഇരിക്കുന്നു ചിക്കൻ സൂപ്പും വെജിറ്റബിൾ സൂപ്പും. ഞാൻ അതിൽ ചിക്കൻ സൂപ്പാണ് എടുത്തത്. അതും കുടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത് അടുത്ത സെക്ഷനിൽ കേക്ക്, എന്തോ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ജിലേബി ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത സെക്ഷനിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഇല്ലാതെ എന്ത് കല്യാണമാണല്ലേ, എന്ത് ഫംഗ്ഷനാണ് ഐസ്ക്രീം ഇല്ലാതെ. മഞ്ഞ കളറും വെള്ള കളറും ഒക്കെ ഉണ്ടായിരുന്നു. ആ രണ്ട് കളറും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ഫോട്ടോ എടുപ്പും പ്രഹസനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയി. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.